ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവൻ പറയാതായപ്പോൾ അവൾ ചോദിച്ചു. ശബ്ദം വളരെ താഴ്ന്നിരുന്നു. പിന്നെ പയ്യെ പയ്യെ ഐ ഹാവ് ഫാലൻ ഫോർ യു. അവന്റെ സ്വരം വളരെ നേർത്തതായിരുന്നു. അവൻ നേരിട്ട് അവളുടെ ഹൃദയത്തിൽ ചെന്നാണ് തറച്ചത്. കല്ലൊരു നിമിഷം നിശ്ചലമായി ഇരുന്നു പോയി. കാശി അവളിലെ മാറ്റമെല്ലാം നോക്കിക്കണ്ടു പ്രണയപൂർവ്വം. അവന് നോട്ടവളെ മറ്റൊരു ഭാവത്തിലെത്തിച്ചു. കണ്ണുകൾ നിലത്തേക്ക് ഊന്നി ചുണ്ടിലെ ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ പ്രതിഫലനം പോലെ കവിളുകൾ തുടുത്തു. അവളുടെ കവിളിലെ ചുവപ്പ് അവനെ വല്ലാതെ ആകർഷിക്കുന്ന പോലെ. ആ കുങ്കുമ നിറം പകർന്നെടുക്കാൻ അവന്റെ ചുണ്ടുകൾ കൊതിച്ചു. അവ അറിയാതെ തന്നെ അവളിലേക്ക് അടുത്തു. തൊട്ടടുത്തെത്താറായതും ദൂരെ നിന്നൊരു വണ്ടി വരുന്ന ശബ്ദം കേട്ട് കാശി ഞെട്ടി നേരെ ഇരുന്നു. കഴിയൊന്നും അറിയാത്തതുകൊണ്ട് ആ വന്ന വണ്ടിക്കാർ മുന്നിലൂടെ കടന്നു പോകുന്നത് നോക്കിയിരുന്നു. പോവാം, കാശി ചോദിച്ചും അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു. തണുപ്പിനോട് പൊരുത്തപ്പെട്ടുവെങ്കിലും തിരിച്ചുള്ള യാത്രയിൽ അവർ തമ്മിലൊരു ദൂരം ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തുമ്പോഴും അവരേതോ മായിക ലോകത്തെന്ന പോലെയായിരുന്നു. ജഗ്ഗു ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും കിടന്നിരുന്നു. അവനോട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുമ്പോൾ TV-യിൽ നിന്ന് കേൾക്കുന്ന പാട്ട് ഇരുവരിലെ ഒരു പുഞ്ചിരി സൃഷ്ടിച്ചു. പരസ്പരം നോക്കാതെ തന്നെ. രാവിലെ ആദ്യം ഉറക്കമുണ്ടെന്ന കാശിയാണ്. കണ്ണു തുറന്ന് വെറുതെ മേലേക്ക് നോക്കിക്കിടന്നപ്പോൾ അവന്റെ മനസ്സിലേക്ക് ഒഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളൊക്കെ ഓടി വന്നു. ഓരോന്നോരോന്നായി അവൻ മനസ്സിൽ തെളിഞ്ഞു. അതെല്ലാം അവനിലൊരു പുഞ്ചിരി വിരിയിച്ചു. ഇന്നലെ തോന്നിയ അതേ കുളിരൊക്കെ ഇപ്പോഴും തോന്നുന്നു. എന്ന് രാത്രി ഇതൊരു പതിവാക്കിയാലെന്ന് വരെ കാശി ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് അവസാനത്തെ കിസ്സിങ് സീന് വന്നപ്പോഴേക്കും അവൻ നാണം കൊണ്ട് തലയിണെടുത്ത് കെട്ടിപ്പിടിച്ച് ചെരിഞ്ഞു കിടന്നു. പോടുന്നു എന്നും പറഞ്ഞ് തലയിണക്കൊരു പിച്ചു കൊടുത്തു. ഡാ കാലമാടാ, എന്നെ പിച്ചി കൊല്ലാതെടാ. ദോണ്ടേ അപ്പുറത്ത് കിടക്കുന്ന സാധർമ്മിക്ക് കൊടുത്താൽ മതി. ഇതൊക്കെ എന്നെ വിട്ടേ, വീടാനാ പറഞ്ഞേ. തലയിണയുടെ ആ ഒരൊറ്റ അലർജിയിൽ കാശി അവിടെ ഇട്ട് തിരിഞ്ഞിടന്നു പോയി. ഇപ്പൊ വീണ്ടും നാണം വന്നു. എന്താണെന്നല്ലേ, ദേ കിടക്കുന്ന നേരത്തെ പറഞ്ഞ സാക്ഷാൽ അമ്മിണി, സഹധർമ്മിണി. പുതപ്പെടുത്ത് പുതച്ച് ചുരുണ്ടുകൂടി. ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിരൽ മാത്രമേ പുറത്തുള്ളൂ. അത്രയ്ക്ക് തണുപ്പാണോ? കാശി ചുറ്റുമുള്ള തണുപ്പൊന്ന് ശ്രദ്ധിച്ചു നോക്കി. വലിയ തണുപ്പൊന്നല്ല. എന്നാൽ അവിടെ കിടപ്പ് കണ്ടിട്ട് കാശി AC ഒന്ന് കുറച്ചിട്ടു. ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. അവൾക്കല്ല, അവന്. എന്നാൽ ഈ ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്തവളെയാണോ ഇന്നലെ രാത്രി അത്രയും തണുപ്പ് വിളിച്ച്? കാശിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. കാർ എടുത്താൽ മതിയായിരുന്നു. അപ്പം അടുത്ത സംശയം, ഇനി തണുപ്പുകൊണ്ട് പനി വല്ലതുമായി കാണുമോ? കാശി അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി ആദ്യയോടെ. ചൂടൊന്നുമില്ല. ഇന്നലെ വന്ന കോലത്തിൽ കയറി കിടക്കാൻ പോയതാവള്. കാശി നിർബന്ധിച്ചിട്ടാണ് പോയി കുളിച്ചു വന്നു. അപ്പോഴേക്കും തണുത്തൊരു പരുവായിരുന്നു. പിന്നെ പുതപ്പെടുത്തി ചുറ്റി ഒറ്റ ഉറക്കം. നല്ല ക്ഷീണം കാണും. എക്സാമിന് പഠിക്കാൻ വേണ്ടി കുറെ ഉറക്കുളച്ചല്ലേ, അതാ എണീക്കാത്ത. അല്ലെങ്കിൽ ഈ നേരത്തെ കണ്ണെങ്കിലും തുറക്കുന്ന. അവളെ നോക്കുന്തോറും അവളോട് സ്നേഹം കൂടി വരുന്ന പോലെ തോന്നുന്നു കാശിക്ക്. പൊക്കി കെട്ടി വെച്ചിരിക്കുന്ന മുടി ഉലഞ്ഞ് കുറച്ചായി മുഖത്ത് വീണ് കിടക്കുന്നുണ്ട്. കാശി വിരൽ കൊണ്ട് മെല്ലാവ മുഖത്തുനിന്ന് നീക്കി. അവൾ അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കണ്ട് അവന് വാത്സല്യം തോന്നി. അതോടൊപ്പം തന്നെ പ്രണയവും. കിടന്നിട്ട് കിടപ്പുറക്കാത്ത അവസ്ഥ. ഇന്നലെ പകുതിക്ക് മുറിഞ്ഞു പോയത് ഇന്ന് പൂർത്തിയാക്കാൻ ഒരു വ്യഗ്രത. അതുകൊണ്ട് ഇന്നും അവൻ അറിയാതെ തന്നെ അവളിലേക്ക് അടുത്തു. നെറ്റിയിൽ പതിയെ ചുണ്ടിയേർത്തു. കാശിക്ക് ലോകം കീഴടക്കിയ സന്തോഷം തോന്നി. തുള്ളിച്ചാടാൻ തോന്നുന്നു. അവിടെ കിടന്ന് തുള്ളിച്ചാടിയിൽ അവൾ ഉറക്കം പോയ ദേഷ്യത്തിന് തലകൊണ്ടടിച്ച് പൊട്ടിച്ചാലോ. അതുകൊണ്ട് സന്തോഷമൊക്കെ ഉള്ളിലടക്കി കിടന്നു. കണ്ണിപ്പോഴും കല്ലൂവിന്റെ മേൽ തന്നെയാ. ആദ്യമായിട്ട് കാണുന്ന പോലെ നോയിക്കൊണ്ടിരുന്നു. അല്ല, കിടന്നു. അങ്ങനെ എപ്പോഴോ വീണ്ടും ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണുറക്കുമ്പോൾ അടുത്ത് കല്ലുമില്ല. എന്തോ അവളെ കാണാൻ തോന്നുന്നു. കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ കാശി ചാടി എണീറ്റ് ഫ്രഷ് ആവാൻ പോയി. പതിവില്ലാതെ രാവിലെ അടുക്കളയിൽ കിടന്ന് ചുറ്റിത്തിരിയുന്ന കല്ലിന് മുമ്പിൽ ദേവി കൈകെട്ടി നിന്നു. സത്യം പറ, നീ അവിടെ എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അതാണോ ഈ നേരത്തെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? പറ മോളെ. ഷമ്മി നിൽക്കുന്ന പോലെയാ ദേവിയുടെ നിൽപ്പൊക്കെ. മോളെ, ഞാൻ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്നാ ചോദിക്കുന്നത് എന്നുകൂടി പറഞ്ഞാൽ പൂർത്തിയായി. ഒന്നുമില്ല അമ്മേ. പേടിച്ചിട്ട് വിക്കിപ്പോയതാണ് തോന്നുന്നു. ദേവിയെ ഒരു വരാത്ത ചിരി വരുത്തിച്ച് കാണിച്ച് കല്ലു ഹാളിലേക്ക് ഓടി. ഇനി അവിടെ നിന്നാൽ ഷമ്മി ഹീറോയാവും. രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന കാശിയാണ്. സാധാരണ ഇത്രയടുത്ത് വരാറില്ല. ഇനി അവൾ ഇങ്ങോട്ട് നിരങ്ങിപ്പോയതാണെന്നറിയാൻ ചുറ്റും നോക്കി. അവൾ ഇന്ന് കിടക്കുന്നിടത്ത് തന്നെയാണ് കിടക്കുന്നത്. കാശിയാണ് നീങ്ങി വന്ന്. അത് കണ്ടപ്പോൾ തന്നെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ആ കൊള്ളിയാൻ ചെന്ന് തലച്ചോറിൽ ഇടിച്ചിട്ടോ എന്തോ. പെട്ടെന്ന് തന്നെ ഇന്നലെ രാത്രി യാത്രയൊക്കെ ഓർമ്മ വന്നു. പിന്നെ അങ്ങോട്ട് ചെറപറ കൊള്ളിയാനായിരുന്നു. ഇൻഡോ പാക് യുദ്ധത്തിലെ മിസൈൽ പോലെ. അവസാനം അതിൽ നിന്നും കാശിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി അവൾ കണ്ടുപിടിച്ച മാർഗമാണ് അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നത്. അത് വളരെ പുതുമയുള്ള കാര്യമായതുകൊണ്ട് ദേവി കയ്യോടെ പൊക്കി. ഇതാരാതുമ്മ പറയുന്നു, ഇടയ്ക്കെങ്കിലും അടുക്കളയിൽ ഒന്ന് കയറണമെന്ന്. നിനക്ക് കണ്ണുണ്ടൂടടി പൂതനെ. മനുഷ്യന് നെഞ്ചും കൂടി തറന്നു. നിനക്ക് ഇത് തന്നെയാണ് പണി? ജഗ്ഗു നെഞ്ചു തിരുമ്പിന്ന് ചോദിച്ചു. അപ്പോൾ മാത്രമാണ് അവൾക്ക് സ്ഥലകാലബോധം വന്ന്.
അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്ന വഴി ഓരോന്ന് ആലോചിച്ച് നടന്നുകൊണ്ട് ജഗ്ഗു നിന്ന് കണ്ടില്ല. ഉറക്കപ്പിച്ച് നിന്നുകൊണ്ട് അവനും കണ്ടില്ല. തലകൊണ്ട് അവനെ നെഞ്ചിലിടിച്ച് നിന്നു നെഞ്ചടവുന്ന ജഗ്ഗുവിനെ അവൾ നോക്കി നിന്നു. ഇന്നലെ കാശിയുടെ നെഞ്ചോട് ചേർന്നിരുന്നായിരുന്നു അപ്പോൾ അവളുടെ മനസ്സ് നിറയെ. എക്സാം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന വിളിയും കൂടി പോയോടി. ജഗ്ഗു ഡയലോഗ് വിത്ത് തലക്കൊരു തട്ട്. അതിൽ കല്ലു തിരിച്ചു വന്നു കൊടുത്തു. അപ്പോൾ തന്നെ കിട്ടിയ വേദനയുടെ ഇരട്ടിയിട്ടൊരെണ്ണം അവന്റെ തലക്ക്. യെസ്, ദ റിയൽ കല്ലു ഈസ് ബാക്ക്. ജഗ്ഗുവിന്റെ തലയിലെ കൂട് പൊട്ടി തകർന്ന കിളികളൊക്കെ പറന്നുപോയി. പിന്നെ ഒരു നിമിഷം പോലും അവനവിടെ നിന്നില്ല. അമ്മ ചോറ്. അടുക്കളയിലേക്ക് നടക്കുന്ന വഴി പറയുന്ന അവനെല്ലാവരും മെഴിച്ചു നോക്കി. നേരെ 9 മണിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വാ മോളെ, ഇവിടെ വന്നിരിക്കും. പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛൻ അവൾ അടുത്തേക്ക് വിളിച്ചു. കല്ലുവിന് നല്ല ആശ്വാസം തോന്നി. അവൾ അച്ഛന്റെ തൊട്ടടുത്തുള്ള കസേരയിലിരുന്നു. എന്താ മോളുടെ പ്രശ്നം? പോയി വന്ന ആശ്വാസമൊക്കെ പോയി. നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാലോ? എൻ്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ സണ്ണി. അവനെ വിളിച്ച് ഞാനൊരു അപ്പോയിൻമെന്റ് പറയട്ടെ. ഉറക്കൊക്കെ ഉണ്ടോ മോൾക്ക്? രാത്രിയും പകലൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ബാക്കി കേൾക്കാൻ നിൽക്കാതെ കല്ലു ഒറ്റോട്ടത്തിന് മുകളിൽ മുറിയിലെത്തി. ഇതിലൊക്കെ ഭേദം കാശി തന്നെയാ. മുറിയുടെ വാതിലടച്ച് അതിൽ ചാരിയുന്ന ശ്വാസഗതി നേരെയാക്കുമ്പോൾ ചുണ്ടിൽ ഒളിപ്പിച്ച കുസൃതി ചിരിയുമായി കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്ന കാശിയെ കണ്ടു. തിരിഞ്ഞോടിയാലോ? കല്ലു അടച്ച വാതിലേക്ക് നോക്കി. അതേസമയം തന്നെ കാശി അവളെ നോക്കി. കഴിഞ്ഞോ നിന്റെ ഒളിച്ചുകളി? കാശി വീണ്ടും കണ്ണാടിയിൽ നോക്കി. ഇപ്പോഴും അതേ ചിരി. ഒളിച്ചുകളിയോ? ആര്? അയ്യടാ പാവം. ഒളിച്ചുകളി എന്താണെന്ന് പോലും അറിയാത്ത ആളോട് അവൻ ചോദിച്ചു. നീ തന്നെ ഇത്രയും നേരം എൻ്റെ മുമ്പിൽ വരാൻ മുങ്ങിയടക്കില്ലായിരുന്നോ? ഞാനോ? ഞാൻ അടുക്കളയിൽ അച്ഛനെ സഹായിക്കാൻ. അല്ല, അമ്മയെ സഹായിക്കാൻ. എന്തോ? അല്ല, വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. കാശിക്കൊന്ന് പോകണ്ടേ? ആൾ വിഷം മാറ്റിയാണെന്ന് ആർക്കും തോന്നിയേ ഇല്ല. പോണം, റെഡിയായി നിൽക്കുന്നുണ്ടില്ലേ? അതും ശരിയാണല്ലോ. കാശി കൊണ്ടുപോകാനുള്ളതൊക്കെ നോക്കി എടുത്തുകൊണ്ടിരുന്നു. കല്ല് അവൻ എടുത്തു വെച്ച ഫയലൊക്കെ വെറുതെ എടുത്തു നോക്കി. അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയതോടെ ജഗ്ഗുവിന്റെ കിളികളൊക്കെ തിരിച്ചു വന്നു. ഇപ്പം അവൻ ദേവി ചായ ഇടുന്ന് നോക്കി നിൽക്കുകയാണ്. പാല് വരാത്തതുകൊണ്ട് പാൽപ്പൊടിയും കട്ടൻ ചായയും ഗ്ലാസും പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ചിട്ട് ദേവി സ്പൂൺ എടുക്കാൻ ചായപ്പിലേക്ക് പോയി. ഈ സമയം പാൽപ്പൊടിയിൽ കണ്ണുടക്കിയ ജഗ്ഗു അമ്മ വരുന്നതിന് മുമ്പേ അതെടുത്ത് അവിടുന്ന് മുറിയിലേക്ക് വിട്ടു. ദേവേട്ടൻ പത്രവായന കഴിഞ്ഞ് റെഡിയാവാൻ മുറിയിലേക്ക് നടന്നു. കാശി എടുത്തു വെച്ച ഒരു ഫയൽ മറിച്ച് നോക്കുന്നിടയിൽ കല്യാൺ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. എന്താ അത്? കല്യാണി ബാലകൃഷ്ണൻ. ഇത് ഞാനല്ലേ? ദേന്റെ ഫോട്ടോ, ദേന്റെ ബയോഡാറ്റ. ഇതെന്തിനാ കാശിയുടെ കയ്യില്? കാശിയോട് ചോദിക്കാൻ പോയതാ. അതിന് സമ്മതിക്കാവൻ ആ ഫയൽ തട്ടിപ്പറിച്ചു വാങ്ങി. എന്താ കാശി അത്? എന്റെ ബയോഡാറ്റ എന്തായാലും അതെന്തിനാ? ചോദിക്കാൻ കുറേ ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അവനൊന്നും മൈൻഡ് ചെയ്തില്ല. ഫയലെടുത്ത് ബാഗിലേക്ക് വെച്ചു. ഇല്ല, വെക്കാൻ പോയി. അതിനുമ്പേ അവൾ തട്ടിപ്പറിച്ചെടുത്തു. എടി അതിന് തരാൻ. കാശിക്ക് അത് വേണം. കല്ലു അത് അവന് കൊടുക്കണം. അവനതങ്ങ് എടുക്കാൻ മാത്രം പറ്റൂല. അവൾ പുറകിലേക്ക് പിടിച്ചിരിക്കുകയാണ്. കാശി വലതുവശത്തൂടെ പിടിക്കാൻ നോക്കുമ്പോൾ കല്ലു ഇടത്തേക്ക് ഒഴിഞ്ഞു മാറും. അവനിടത്തൂടെ പിടിക്കാൻ നോക്കുമ്പോൾ അവൾ വലത്തേക്ക് മാറും. ഇതെന്തിനാന്ന് പറഞ്ഞുതരാം. കല്ലു കണ്ടീഷൻ വെച്ച്. പക്ഷെ അവനതിന് വഴങ്ങിയില്ല. അവന്റെ സാധനമല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്നാലും ഉള്ളിലുള്ളത് അവളുടെ ഡീറ്റെയിൽസ് അല്ലേ, അതെന്തിനാണെന്ന് അവൾക്ക് അറിയണ്ടേ? മര്യാദ തരാൻ. കാശി പറയാതില്ലെന്ന് കല്ലു. ആഹാ, എന്നാ ഇതൊന്ന് മേടിച്ചിട്ടേ ഉള്ളൂ. കാശി ഒറ്റച്ചാടത്തിന് പിടിക്കാൻ നോക്കി. എന്നാൽ ഇപ്പോൾ തരുന്നില്ലെന്ന് കല്ലു. അവൾ വാതിൽ തുറന്നിറങ്ങി ഓടി. കാശി അടുത്തെത്തിയൊന്ന് നോക്കണല്ലോ. തിരിഞ്ഞു നോക്കിയത് എന്തിലോ ചെന്ന് ഇടിച്ചു. രാവിലെ ഇടിച്ച പോലെ തന്നെ ജഗ്ഗു. കാശി ഫയൽ നോക്കി. കല്ലു ജഗ്ഗുവിനെ നോക്കി. ജഗ്ഗു പക്ഷെ നോക്കിയത് അവൻ പൊന്നുപോലെ കൊണ്ടുവന്ന ഇപ്പൊ അവന്റെ കയ്യിൽ നിന്ന് തെറിച്ച സ്റ്റെപ്പിന്റെ താഴെ, അതെ സ്റ്റെപ്പിന്റെ താഴേക്ക് വീഴുന്ന പാൽപ്പൊടി പാക്കറ്റിനെയാണ്. പാക്കറ്റ് നേരെ ചെന്ന് വീണതോ മുറിയിലേക്ക് സ്റ്റെപ്പിന്റെ താഴേക്കൂടെ പോയ ദേവേട്ടന്റെ തലയിൽ. പൊടിയെല്ലാം തൂവി തലവഴിയും പാക്കറ്റ് കാലിയായി നിലത്തേക്കും വീണു. കണ്ണിലും മൂക്കിനും എന്തിന് ചെവിയിൽ വരെ പാൽപ്പൊടി കയറി അടഞ്ഞു. പാൽപ്പൊടി പോയ വഴിയെ താഴേക്ക് നോക്കിയ ജഗ്ഗു ആണെന്ന് ഫ്രണ്ട്സിലെ ജനാർദ്ദനെ പോലെ ഇന്ന് തലകുടയുന്ന സ്വന്തം അച്ഛനെയാണ്. റോക്കറ്റ് പോകുന്ന പോലെ ഒരു ഓട്ടമായിരുന്നു. പിന്നെ അവൻ മുറിയിലെത്തിക്കാതെ കുറ്റിയിട്ട ശേഷമാണ് ശ്വാസം പോലും എടുത്തത്. അവന്റെ ഓട്ടം കണ്ട് അന്തം വിട്ട് നോക്കിയെന്ന കല്ലുവും അവിടെ ആ നിൽപ്പിൽ അവളറിയാതെ തന്നെ അവിടെ കയ്യിലിരുന്ന ഫയൽ അടിച്ചു മാറ്റിയ കാശിയും ഏന്തി വലിഞ്ഞ് താഴേക്ക് നോക്കി. അവൻ അങ്ങോട്ട് നോക്കിയ ശേഷം ഓടുന്നതാണ് അവർ കണ്ടത്. അപ്പൊ അവിടെ എന്തായിരിക്കും എന്നറിയാനുള്ള സ്വാഭാവികമായ ഒരു ത്വര അവരും കണ്ടു. പൊടി പറത്തിയ ഒരു ഓളമായി നിൽക്കുന്ന അച്ഛനെ. അയ്യോ അച്ഛ എന്ന് പറയാനാണെന്ന് തോന്നുന്നു. വാ തുറന്ന കാശിയുടെ വാ കല്ലു കൈവച്ച് അടച്ചവനും പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം അടുക്കളയിൽ നിന്ന് കാണാതായ പാൽപ്പൊടി തിരഞ്ഞിറങ്ങിയ ദേവി ഹാളിൽ നിൽക്കുന്ന വെള്ളാരം കണ്ടുള്ള വെള്ളിമൂങ്ങയെ കണ്ടെന്ന് നിന്നു. അപ്പൊ ഇങ്ങനെയായിരുന്നോ പാൽപ്പൊടി കള്ളൻ? എന്റെ ഈശ്വര, ഈ മനുഷ്യനിപ്പോ പിള്ളേരെക്കാൾ കഷ്ടാണല്ലോ. ആദ്യമായിട്ടാ പാൽപ്പൊടി തലവഴി കമിഴ്ത്തിയിട്ട് നക്കി തിന്ന ഒരു ആക്രാന്തം കാണുന്നേ. ദേവി പറയുന്ന കേട്ട് ദേവേട്ടൻ മിഴിച്ചു നോക്കി. ഞാനോ? എപ്പാ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ആദ്യം ചോദിക്കാൻ പറ്റണ്ടേ? വായിൽ നിറച്ച് പാൽപ്പൊടിയാ, മൂക്കിലും. തലയിൽ എന്തോ വന്ന് വീണപ്പോ അറിയാതെ മുകളിലേക്ക് നോക്കിയതാ. ആകാംക്ഷയിൽ തുറന്നിരുന്ന വായിലും കയറി പാൽപ്പൊടി.
ഇപ്പൊ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ തന്നെ പാൽപ്പൊടി കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ദേവി തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് ഈ ബാത്റൂമിലിട്ട് കഥകടച്ചു. കുളിച്ചിട്ട് വരട്ടെ. വാതിലിന് മറയിൽ കാശിയുടെ തൊട്ടടുത്ത് നിന്ന് താഴെ നിന്നുള്ള ബഹളം ശ്രദ്ധിക്കായിരുന്നു കല്ലു. ആ ശ്രദ്ധയിൽ ഇപ്പോഴും കാശി വായു അടച്ചു വെച്ചിരിക്കുന്ന കൈ അവൾ ശ്രദ്ധിച്ചില്ല. താഴെ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ കല്ലു ആശ്വാസത്തോടെ കാശിയെ നോക്കി. അപ്പോഴാണ് അവൾ ആ കൈ ശ്രദ്ധിച്ച്. ധൃതിയിൽ അത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൈ അതിനനുസരിച്ച് നീങ്ങിയില്ല. കാശിയുടെ ചുണ്ടുകളെ തഴുകി മെല്ലെ അവിടെ കൈ അകലുമ്പോൾ അവന്റെ കണ്ണുകൾ അവിടെ കണ്ണുകളിൽ ആഴങ്ങളിൽ എന്തോ തിരയുകയായിരുന്നു. ഇന്നുവരെ അവനിൽ കാണാത്തൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്തപ്പോൾ. താഴെ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ കല്ലു ആശ്വാസത്തോടെ കാശിയെ നോക്കി. അപ്പോഴാണ് അവൾ ആ കൈ ശ്രദ്ധിച്ച്. ധൃതിയിൽ അത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കൈ അതിനനുസരിച്ച് നീങ്ങിയില്ല. കാശിയുടെ ചുണ്ടുകളെ തഴുകി മെല്ലെ അവളുടെ കൈ അകലുമ്പോൾ അവന്റെ കണ്ണുകൾ അവിടെ കണ്ണുകളുടെ ആഴങ്ങളിൽ എന്തോ തിരയുകയായിരുന്നു. ഇന്നുവരെ അവൾ അവനിൽ കാണാത്തൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്തപ്പോൾ. ഒരു വേള കാശിയുടെ കണ്ണുകളുടെ ആഴത്തിൽ അലിഞ്ഞു ചേരാൻ അവളുടെ ഉള്ളം തുടിച്ചെങ്കിലും അവന്റെ നോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാവം അവളെ തളർത്തി. കല്ലുമിഴികൾ താഴ്ത്തി അവനിൽ നിന്ന് അകലാൻ ഒരുങ്ങവേ അതിനനുവദിക്കാതെ കാശി അവൾ അവനിലേക്ക് അടുപ്പിച്ചു. അവന്റെ നെഞ്ചോരം ഒരു ഹൃദയമിടിപ്പിന് മാത്രം അകലെ അവൾ നിന്നു. ആദ്യമായി അകന്നു മാറാനും അവനിലേക്ക് അടുക്കാനും ഒരേ സമയം അവളുടെ മനസ്സ് ആഗ്രഹിച്ചു. അവന്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് തട്ടി തഴുകിപ്പോയിക്കൊണ്ടിരുന്നു. കാശിമേലെ മുഖം താഴ്ത്തി അവളുടെ മൂക്കിൽ മൂക്കുകൊണ്ട് ഉരസി. കല്ലു ഞെട്ടി കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി. അവളുടെ നോട്ടം കണ്ട് കാശി പുരികമുയർത്തി എന്തായെന്ന് ചോദിച്ചു. അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. കല്ലു വേഗം അവനിൽ നിന്ന് നോട്ടം മാറ്റി. ഇല്ലെങ്കിൽ കൺട്രോൾ പരമ്പര ദൈവങ്ങൾ കൈയൊഴിഞ്ഞാലോ. കാശി വീണ്ടും മുഖം താഴ്ത്തി. മൂക്കുകൊണ്ട് അവളുടെ മൂക്കിൽ തൊടാൻ വന്നു. കല്ലു മുഖം ചെറുതായി വെട്ടിച്ചു. കാശിയുടെ മുഖത്തെ ചിരി മാറി പരിഭവമായി. ഇപ്പോൾ കല്ലുവിന്റെ മുഖത്താണ് ആ ചിരി. എങ്കിലും ഇപ്പോഴും അവൾ അവന്റെ കൈക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന ധൈര്യത്തിൽ കാശി വീണ്ടും താഴ്ന്നു വന്നു. ഇത്തവണ മൂക്കല്ല, ചുണ്ടാണ്. നേരെ കവിളിലേക്ക്. പുല്ല് സമ്മതിക്കൂല. വീണ്ടും വെട്ടിച്ച്. ഇത്തവണ അവന്റെ പരിഭവം മാറി ചെറിയൊരു കലിപ്പായി. അവൻ അവളെ കലിപ്പിച്ച് നോക്കി. ആ ബയോഡാറ്റ എന്തിനാന്ന് പറ, എന്നാ വെട്ടിക്കില്ല. അയ്യണ, അങ്ങനെ ഇപ്പൊ നീ അറിയണ്ട, മാറങ്ങോട്ട്. അല്ല പിന്നെ മനുഷ്യന് ദേഷ്യമില്ലേ? ഇത്ര നേരം സ്നേഹത്തോടെ ലാളിച്ച് കുളിഞ്ചിച്ച് കൈകൊണ്ട് ചേർത്ത് വെച്ചിരുന്ന കല്ലുവിന് അവൻ ഒറ്റ തള്ളു. ചെറുത് വലുതായിട്ടൊക്കെ തള്ളി ആ റൂമിൽ എന്തെല്ലാം സാധനങ്ങളുള്ളതാ. അതിൽ വല്ലതും തൊട്ടി ആ സാധനങ്ങൾക്ക് വല്ലതും പറ്റിയാലോ. പോരാത്തതിന് തള്ളിസ്റ്റ് എന്ന പേരും കിട്ടും. എന്തിനാ വെറുതെ. എന്തായാലും കല്ലു പ്ലിങ്ങിയ സ്ഥിതിക്ക് മുഖത്ത് വന്ന പ്ലിങ്ങിയ ഭാവമല്ലേ. അതിങ്ങനെ മുഖത്ത് തന്നെ ഇരിക്കുന്ന ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് മറക്കണം. പക്ഷെ എന്തിട്ട് മറക്കും? യെസ്, അവൻ തന്നെ. കലിപ്പ്, കട്ടക്കലിപ്പ്. ഏത് ഭാവം മറക്കാനും ഇതിലും നല്ലൊരു ഭാവം വേറെ ഇല്ല അല്ലേ? എങ്കിൽ പിന്നെ വാരിക്കോരി ഇട്ടേക്കാം. അതെന്ത് മര്യാദയാ? എന്റെ ബയോഡാറ്റ എന്തിനു കൊണ്ടുനടക്കുന്ന എനിക്ക് അവകാശമില്ലേ? കല്ലു ഓൺ ദി ഫ്ലോർ വിത്ത് കലിപ്പ്. ഇതിപ്പോ നീ കണ്ടോണ്ടല്ലേ, അല്ലെങ്കിൽ നീ തന്നെ കയ്യിലുണ്ടെന്ന് അറിയായിരുന്നോ? കാശി വിത്ത് പുച്ഛ. ആ എന്തോന്ന് നീ ഇതെന്ത് തേങ്ങടാവായി പറയുന്നത് എന്ന ഭാവം. ആ അത് തന്നെ, കാശി വിത്ത് ആക്കൽ. ഇതേ കാശി, ചുമ്മാ മനുഷ്യനെ പൊട്ടം കളിപ്പിക്കരുതേ. കല്ലു വിത്ത് ഒറിജിനൽ കലിപ്പ്. ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വെച്ചല്ലേ, അതിപ്പോ എങ്ങനെയാ പറയാ? കാശി നിഷ്കു. സർപ്രൈസോ? ഇത് വെച്ച് എന്ത് സർപ്രൈസാ? അതല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് വരാം പോരെ? കല്ലു തലയാട്ടിൽ വിത്ത് മനസ്സില്ലാ മനസ്സ്. അതെന്താണെന്ന് വെച്ചാൽ ഇനി അത് അറിയുന്നവരെ സമാധാനം ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ആലോചിച്ച് കല്ലിൽ നിന്ന സമയത്ത് കാശി വിത്ത് സമാധാനം ഇറങ്ങി താഴേക്ക് പോയി. കല്ല് കുറച്ച് കഴിഞ്ഞ് അവളുടെ സംശയം കൂട്ടുകാരെ വിളിച്ച് പങ്കുവെച്ചെങ്കിലും അവർക്കൊരു ധാരണ കിട്ടിയില്ല. പിന്നെ എന്തായാലും വൈകിട്ട് അറിയാലോ. അതുവരെ കാത്തിരിക്കാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അന്നാണെങ്കിൽ സമയത്ത് പോകുന്നുമില്ല. 11 മണി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ആലോചിച്ച് നോക്കുമ്പോഴേക്കും 11:30 ആയിട്ടുള്ളൂ. എന്താണോ. ജഗ്ഗു എക്സാമിന് പോയതുകൊണ്ട് അവനോട് കത്തിവെച്ചിരിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് സമയം പോകുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? TV കാണാതിരുന്നിട്ട് ഇരിപ്പുറക്കുന്നില്ല. മുറ്റത്തിറങ്ങാന്ന് വെച്ചാൽ അന്നത്തെ മണ്ണിരകൾ കുടുംബക്കാരെയും നാട്ടുകാരായ മണ്ണിരകളെയും വിളിച്ചുകൂട്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ്. അവളെപ്പോഴാണ് ഇറങ്ങുന്നത്? അപ്പ് നോക്കി പേടിപ്പിക്കാൻ. കുറേ നേരം അമ്മയുടെ കൂടെ കൂടി. പാവം കല്ല് ഈ സർപ്രൈസ് കാരണം ഊണും ഉറക്കവും ഇല്ലാതെയായി. ഉച്ചയ്ക്ക് കഴിക്കാൻ നിന്നിട്ട് ഒന്നും ഇറങ്ങുന്നില്ല. പക്ഷേ ഈ ടെൻഷനൊന്നും വയറിനില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു. അപ്പം തന്നെ അടുക്കളയിൽ പോയി ആപ്പിൾ എടുത്തൊരു കടി. അപ്പോഴേക്കും മുറ്റത്തൊരു കാറിന്റെ ഹോൺ മുഴങ്ങി. ആപ്പിൾ അവിടെ വെച്ചിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. വീണ്ടും പ്ലിങ്. വന്നത് അച്ഛനായിരുന്നു. മോൾക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ? ഏയ്, ബോറടിക്കാതിരിക്കാൻ നല്ലൊരു പണി വന്നിട്ടല്ലേ മോൻ പോയിരിക്കുന്നത്. ആ പണിയെക്കുറിച്ച് ഓർത്തുന്നതുകൊണ്ട് ദേവേട്ടൻ പിന്നീട് പറഞ്ഞൊന്നും അവൾ കേട്ടില്ല. വീണ്ടും അടുക്കളയിൽ ചെന്ന് ആപ്പിളിനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ ആപ്പിൾ തീർന്നപ്പോൾ മുറ്റത്ത് വീണ്ടും ഒരു കാറിന്റെ ശബ്ദം. പറന്ന് മുന്നിൽ ചെന്ന് നിന്നു. ഉണ്ട്, കാശിയുടെ കാർ വന്നിട്ടുണ്ട്. പക്ഷെ കാശി അതിലില്ല. ഇതെങ്ങനെ ശരിയാവും? വണ്ടി തന്നെ വന്നോ? കല്ലുവിന്റെ സംശയങ്ങൾ തീരുന്നില്ല. ഇനി ആവിയായി പോയോ? മോൾ എന്താ നോക്കുന്നത്? പിന്നിൽ നിന്ന് അച്ഛൻ ചോദിച്ചിട്ട് അവൾ തിരിഞ്ഞു നോക്കി. അത് കാശി.
പോർച്ചിൽ കിടക്കുന്ന കാറിലേക്ക് ചൂണ്ടി അവൾ അത്രയും പറഞ്ഞു. ബാക്കി അച്ഛന് ഊഹിച്ചെടുക്കണമായിരിക്കും. അവനല്ലേ ഇപ്പൊ റൂമിലേക്ക് കയറിപ്പോയത്, മോള് കണ്ടില്ലായിരുന്നോ? ഇത്ര വേഗം റൂമിലേക്ക് പോയോ? ഇവൻ ആരപ്പാ, ഡിങ്കനോ? എന്നാലും അച്ഛനൊന്ന് ചിരിച്ചു കാണിച്ചിട്ട് ഡിങ്ങിനെ തപ്പിപ്പോയി. അവിടെയും പ്ലിങ്ങി. കാശി കുളിക്കാൻ കയറിയിരിക്കുന്നു. കല്യാണം വെയിറ്റ് ചെയ്ത് നിന്നു. വെറുതെ നിന്നില്ല. അവന്റെ ബാഗിലും ഷെഫിലൊക്കെ രാവിലത്തെ ഫയൽ തപ്പി തിന്ന് ആപ്പിൾ വരെ തയ്ച്ചെങ്കിലും ആ ഫയൽ മാത്രം കിട്ടിയില്ല. കിട്ടിയോ? ഒരശരീരി. കല്ലു തിരിഞ്ഞു നോക്കി. അശരീരിയല്ല, ശരീരമുണ്ട്. ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്നു കാശി. അയ്യേ. കല്ലു പിന്നെയും തിരിഞ്ഞു. കാശി ചിരിച്ചുകൊണ്ടുപോയി ടീഷർട്ട് എടുത്തിട്ട് അവളെയും കൂട്ടി താഴേക്ക് പോയി. ഇടയ്ക്ക് സർപ്രൈസിന്റെ കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ അതിനാ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങി. താഴെ ഹാളിൽ അച്ഛൻ കുറെ ഫയൽ തിരിച്ചു മറിച്ച് നോക്കി ഇരിക്കുന്നുണ്ട്. ഇവരെ കണ്ടത് അടുത്തിരിക്കാൻ പറഞ്ഞ് വീണ്ടും ഫയലിലേക്ക് നോക്കി. കല്ലു ഇപ്പുറത്തും കാശി അപ്പുറത്തും ചെന്നിരുന്നു. കല്ലുവിന്റെ മുഖത്ത് എന്താ സംഭവിക്കാൻ പോകുന്നൊരു ടെൻഷനായിരുന്നെങ്കിൽ കാശിയുടെ മുഖത്ത് ഇപ്പോൾ കണ്ടോ എന്നൊരു ഭാവം. ദേവി, അച്ഛൻ മുഖമുയർത്താ വിളിച്ചു. അപ്പൊ തന്നെ അമ്മ പ്രസന്റ് വെച്ച് കല്ലുവിന്റെ അടുത്ത് വന്നിരുന്നു. അമ്മയുടെ മുഖത്തും എന്തോ അറിയാമെന്നൊരു ഭാവം. ഈ ഭാവം നേരത്തെ കണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ച് കാര്യം അറിയായിരുന്നു. വെറുതെ ടെൻഷൻ അടിച്ച് നേരം കളഞ്ഞു. ജഗ്ഗു കൂടി വന്നോടെ ദേവേട്ടൻ തലയുയർത്തി എല്ലാവരെയും നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.